ബിഗ് ബോസിന് ശേഷം രേണുസുതിക്ക് നല്ല കാലമാണ്. കേരളത്തിന് അകത്തും വിദേശത്തു നിന്നുമെല്ലാം നിരന്തരം പ്രൊമോഷനും ഉദ്ഘാടനങ്ങളും എല്ലാമായി തിരക്കോട് തിരക്ക്. രേണു തന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയത് ദുബായിലേക്ക് ആയിരുന്നു. അന്ന് ഒരുപാട് വിമർശനങ്ങളും പരിഹാസവും അനുഭവിക്കേണ്ടതായും വന്നു. ഇപ്പോഴിതാ ബിഗ് ബോസിന് ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സ് മീഡിയ ഒഫീഷ്യലിന് നൽകിയ അഭിമുഖത്തിൽ മനസ്സു തുറന്നിരിക്കുകയാണ് രേണുസുതി. 6 മാസം മുമ്പ് വരെ 500 രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചാണ് താൻ നടന്നിരുന്നതെന്നും എന്നാൽ ഇന്ന് തനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെന്നും രേണു പറയുന്നു. ഇതുവരെ ബിബിയിൽ നിന്ന് എവിക്റ്റ് ആയവരുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമാണ് അത് ആക്റ്റീവ് അല്ലാത്തതെന്ന് തോന്നുന്നു. പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ കൂടുതലായും ഉപയോഗിക്കുന്നത്. കോൾ, മെസ്സേജ് എന്നിവയൊന്നും അധികം ചെയ്യാറില്ല. രേണുസുതിയെ കിട്ടാറില്ലെന്ന് മത്സരാർത്ഥികൾ ഗ്രൂപ്പിൽ പറയാറുണ്ടെന്ന് രേണു സംസാരിച്ചു തുടങ്ങി. ചാന്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്തറിയിൽ പുറത്തിറങ്ങിയപ്പോഴാണ് ആദ്യമായി എനിക്ക് ദുബായ് ട്രിപ്പ് ഓഫർ വന്നത്. പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ബിഗ് ബോസിനു ശേഷം വീണ്ടും അവസരം വന്നു. സുധിച്ചേട്ടന്റെ സുഹൃത്തായ റോയിയാണ് എന്നെ ദുബായിലേക്ക് പ്രൊമോഷന് വേണ്ടി കൊണ്ടുപോയത്. സേഫായി കൊണ്ടുവിട്ടു. നല്ല മാനേജ്മെന്റ് ആയിരുന്നു പാപ്പുലോണിന്റേത്. ഞാൻ പോയി വന്ന ശേഷം പ്രൊമോഷന് വേണ്ടി വന്നത് നടൻ കൈലാഷ് ആയിരുന്നു. ബാർ റെസ്റ്റോറന്റ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും അയ്യേ എന്ന് തോന്നും. അതൊരു ഫാമിലി ബാർ റെസ്റ്റോറന്റ് ആണ്. എല്ലാവരും കുടുംബമായാണ് വരുന്നത്. ഡ്രിങ്ക്സ് താല്പര്യമുള്ളവർ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഒമാനിൽ നിന്ന് വരെ ആളുകൾ എന്നെ കാണാൻ വരുമായിരുന്നു. ഞാൻ ഒരു കലാകാരിയാണ്. അതുകൊണ്ട് തന്നെ പാട്ടുപാടുന്നതും ഡാൻസ് ചെയ്യുന്നതുമൊന്നും തെറ്റല്ല. കള്ളുകുടിയന്മാരുടെ ഇടയിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നുവെന്നുള്ള കമന്റൊക്കെ കണ്ടിരുന്നു. മദ്യപിക്കാത്തവർ ചുരുക്കമല്ലേയുള്ളൂ. സുധിച്ചേട്ടനും മദ്യപിച്ചിരുന്നയാളാണ്. കലാകാരന്മാരിൽ മിക്കവരും മദ്യപിക്കുന്നവരാണ്. റെസ്റ്റോറന്റിൽ വരുന്നവർ ഡാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ പ്രൊമോഷന് വേണ്ടിയാണ് അവിടെ ചെന്നത്. പിന്നെ എന്റെ മൂത്ത മകനോടും എന്റെ കുടുംബത്തോടും കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് ഞാൻ പോയി തിരികെ സന്തോഷമായി വന്നത്. ഇതിൽ കൂടുതൽ വേറെ ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത്? ടൂറ് പോലെയല്ലേ ഞാൻ ദുബായിലേക്ക് പോയത്. ബുർജ് ഖലീഫ കാണാൻ കൊണ്ടുപോകാമെന്ന് വരെ അവിടെയുള്ളവർ പറഞ്ഞു. ഞാൻ എവിടെയും പോയില്ല. ജോലി കഴിഞ്ഞാൽ റൂമിൽ കിടന്നുറങ്ങും, അത്രമാത്രം. 6 മാസം മുമ്പ് ഒരു 500 രൂപയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ. ആരോടെങ്കിലും 500 രൂപ ചോദിക്കണമെന്ന് വരെ കരുതിയിരുന്നു. പലരും ആ സമയത്ത് സഹായിച്ചു. 500 ചോദിച്ചപ്പോൾ 1000 തന്നവരുണ്ട്. ഒന്നും തരാനില്ലെന്ന് പറഞ്ഞവരുമുണ്ട്. ലക്ഷങ്ങളോ കോടികളോ ഒന്നും എന്റെ കയ്യിലില്ല. പക്ഷേ 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടേണ്ട അവസ്ഥ ഇന്നില്ല. വീട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും എന്റെയും കാര്യങ്ങൾ നടന്നു പോകാനുള്ള വരുമാനമുണ്ട്. പണ്ടേ എന്റെ അക്കൗണ്ട് 0 ബാലൻസ് ആയിരുന്നു. ഇപ്പോൾ ആ അവസ്ഥ മാറി. അതാണ് എന്റെ മാറ്റം. ബിഗ് ബോസിൽ പോയി വന്ന ശേഷം പ്രതിഫലം ഉയർത്തിയിട്ടുണ്ട്. എനിക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണല്ലോ പ്രമോഷന് വിളിക്കുന്നത്. ദുബായ് കാണാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല. അതും ഒരു സെലിബ്രിറ്റി ആയിട്ട്. എനിക്ക് കിട്ടുന്ന പൈസയും സമ്മാനങ്ങളും കുടുംബത്തിനാണ് കൊടുക്കുന്നത്. അനാവശ്യമായി ഒന്നും ഞാൻ എനിക്ക് വേണ്ടി ചെലവഴിക്കാറില്ല. മക്കളുടെ സന്തോഷം കാണാൻ എനിക്ക് കഴിഞ്ഞു. പണ്ട് സുധിച്ചേട്ടൻ ഗൾഫ് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു മക്കളുടെ കണ്ണിൽ ഞാൻ ആ സന്തോഷം കണ്ടിരുന്നത്. ആ സന്തോഷം എനിക്ക് മക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി. ഇനി മരിച്ചു വീണാലും കുഴപ്പമില്ല. പാപ്പിലോണിൽ വന്ന ഗസ്റ്റുകളാണ് മക്കൾക്കായി ഏറെയും സമ്മാനങ്ങൾ എനിക്ക് തന്നത്. വാച്ച് കിട്ടിയപ്പോഴുള്ള കിച്ചുവിന്റെ സന്തോഷത്തിനൊന്നും അതിരില്ലായിരുന്നു എന്ന് രേണു പറയുന്നു.